ശബരിമല സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം തീരുമാനിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. ഓരോ ദിവസത്തെയും സ്പോട്ട് ബുക്കിംഗ് കമ്മിറ്റി നിയന്ത്രിക്കും. മരാമത്ത് പണികൾ വേഗത്തിലാക്കാനും ദിവസവേതനക്കാരെ കൂടുതൽ നിയമിക്കാനും ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായി. നന്ദുഷ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദുഷ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്, അസാധാരണമായ തരത്തിലുള്ള തിരക്കായിരുന്നു സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. ഇന്നത്തെ അവലോകന യോഗത്തിൽ ഈ തിരക്ക് സംബന്ധിച്ച് എന്തൊക്കെ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്? മറ്റ് തീരുമാനങ്ങൾ എങ്ങനെ? അമൃത, മുൻകാലങ്ങളിൽ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപായിരുന്നു ദേവസ്വം ബോർഡ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു മീറ്റിംഗ് സംഘടിപ്പിക്കാറുള്ളത്. പോലീസിന്റെയും വിവിധ വകുപ്പുകളുടെയും ഏകോപനം ഉൾപ്പെടെ ഈ മീറ്റിംഗിലായിരുന്നു തീരുമാനമാക്കിയിരുന്നത്. എന്നാൽ ഇത്തവണ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നില്ല. അതിന് ഒരു പരിഹാരം എന്നോണമാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തിരക്കിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ക്രമീകരണങ്ങൾ ആവശ്യമായി വന്നതുകൊണ്ടാവണം ഇപ്പോൾ പമ്പയിൽ ശ്രീരാമ സാകേതം ഓഡിറ്റോറിയത്തിൽ വെച്ച് ദേവസ്വം മന്ത്രി ഒരു അവലോകന യോഗം വിളിച്ചു ചേർത്തത്. ഇതിൽ പ്രധാന തീരുമാനമുണ്ടായിരിക്കുന്നത് സ്പോട്ട് ബുക്കിങ്ങിനെ കുറിച്ച് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമലയിലെ അസാധാരണമായ തിരക്കിന് കാരണമായ സംഭവം തന്നെ, ഇതിന് പിന്നിലെ കാരണം തന്നെ സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രണമില്ലാതെ നൽകിയതുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതിനാൽ തന്നെ ഈ സ്പോട്ട് ബുക്കിംഗ് പ്രതിദിനം നിയന്ത്രിക്കുന്നതിന് പ്രത്യേക കമ്മിറ്റി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പുതിയ അവലോകന യോഗത്തിന്റെ തീരുമാനമായി അറിയിച്ചിട്ടുള്ളത്. അതിൽ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറും സ്പെഷ്യൽ കമ്മീഷണറും പോലീസിന്റെ കോർഡിനേറ്ററും ഉണ്ടാകും എന്നറിയിച്ചിട്ടുണ്ട്. ഇവരുടെ 3 പേരുടെയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എല്ലാ ദിവസത്തെയും സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം രേഖപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നിശ്ചയിക്കുന്നത് എന്നാണ് ഇപ്പോൾ യോഗത്തിന്റെ തീരുമാനം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ മരക്കൂട്ടത്തും അപ്പാച്ചിമേട്ടിലും ഉൾപ്പെടെ ഭക്തരെ വടം കെട്ടി തടഞ്ഞു നിർത്തിയ ഒരു സാഹചര്യത്തിൽ അവർക്ക് സമീപത്തെ കുടിവെള്ളം ഉൾപ്പെടെ എത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത് ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതായിരുന്നു. കാരണം പോലീസിന് മാത്രമായിരുന്നു ഈ മേഖലകളിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് കൂടുതൽ ദിവസ വേതനക്കാരെ നിയമിക്കാനും നിലവിൽ അവലോകന യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിലൂടെ ഭക്തർ ക്യൂവിൽ നിന്നാലും ഒരു തിക്കും തിരക്കും ഉണ്ടായാലും അല്ലെങ്കിൽ കാത്തു നിൽക്കേണ്ടി വന്നായാൽ പോലും അവർക്കരികിലേക്ക് ലഘുഭക്ഷണങ്ങളും കുടിവെള്ളവും ഉൾപ്പെടെ എത്തിക്കാൻ ഈ ദിവസ വേതനക്കാരെ കൊണ്ട് കഴിയും. അതിനാലാണ് കൂടുതൽ പേരെ നിയമിക്കാനുള്ള തീരുമാനം ഇപ്പോൾ യോഗം എടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ 12 വിളക്കിന് ശേഷമുള്ള സമയങ്ങളിൽ ഭക്തർ കൂടുതലായി എത്തുമ്പോൾ തിരക്ക് നിയന്ത്രണാതീതമാകാതിരിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളുമാണ് ഇപ്പോൾ ഈ യോഗത്തിലൂടെ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ നടപ്പാക്കാനാണ് യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ശരി, നന്ദുഷയാണ് വിവരങ്ങൾ നൽകിയത്.